വെൽക്കം. ഈ ബിസിനസ് കൗൺസിലിങ്ങിനെ കുറിച്ച് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടൊരു ഉപദേശമാണ്. ബിസിനസ്സിനകത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ വളരെ കോമ്പീറ്റൻ്റ് ആയിട്ട് ആൾ കൊടുക്കുന്ന ഉപദേശത്തെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുക. ഇങ്ങനെ പോകണമെന്നുള്ളത്. പലപ്പോഴും നമുക്ക് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ബിസിനസ്സിന് പ്ലാൻ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ പ്രോബ്ലംസ് ഒരുപാടുണ്ട്, അതിനൊരു പരിഹാരം കിട്ടണം. ഇനി അതിൻ്റെ ബേസിക് പ്രോബ്ലം, കോർ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിന് നമുക്ക് സൊല്യൂഷൻ കാണണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് തന്നെ 14 പുസ്തകം എഴുതിയതും പിന്നെ തന്നെയല്ല, ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, ബില്യണയർ മൈൻഡ് സെറ്റ് പോലുള്ള. അപ്പോൾ ആ ഒരു എല്ലാ ടോപ്പിക്സുകൂടെയും കടന്നു പോയിട്ട് അത് ഉപകാരപ്പെടുത്താനായിട്ട് പറ്റുക. അപ്പം നമ്മൾ ആ എക്സ്പെർട്ടൈസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്യണം. നിങ്ങൾ മുടക്കുന്ന പൈസയുടെ ഒരു 100 ടൈംസ് എങ്കിലും മിനിമം, അല്ലെ 1000 ടൈംസ് എങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് അധികം താമസിയാതെ പ്രയോജനം കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളിതിന് പോകാവൂ. കാരണം നമുക്ക് ഒരുപാട് പേര് വെയിറ്റിങ്ങിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ലക്ഷ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനൊരു നമ്മൾ ബിസിനസ് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പേര് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ എടുത്തിരിക്കുന്ന ബിസിനസ് അവർക്ക് ചേർന്നതാണോ, ഫ്യൂച്ചറിൽ അതിന് വലിയ റിസ്ക്കും ഉണ്ടോ, അല്ലെങ്കിൽ അത് ഏറ്റവും മോസ്റ്റ് പ്രോബബിൾ ബിസിനസ്സാണ്. ഇനി അതല്ലെങ്കിൽ അതിന് എക്സ്പാൻഷന് വേണ്ടിയിട്ട് വെർട്ടിക്കൽ എക്സ്പാൻഷൻ, ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ, മറ്റ് രാജ്യങ്ങളിലേക്കുള്ള എക്സ്പാൻഷൻ, ഇല്ലെങ്കിൽ ഫണ്ടിങ് ഇഷ്യൂസ്, അപ്പോൾ പാർട്ട്നേഴ്സിനെ എടുക്കാനുള്ള ആവശ്യം വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയായിരിക്കത്തില്ല. ഇങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് അപ്പോൾ നിങ്ങളത് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നേരത്തെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അവിടെ എൻ്റെ മുന്നേ വന്നിരുന്നിട്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ പോകരുത്. ബിസിനസ്സിനകത്ത് എന്തൊക്കെയാണ് പ്രോബ്ലം ഉള്ളത്. പിന്നെ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബിസിനസ് നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അതിലേക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഈ പ്രോഗ്രാം വരുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങളൊരു ഇതെടുക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ലൈൻ തിരുവനന്തപുരം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നമുക്കൊരു പേഴ്സണാലിറ്റി അനാലിസിസ് എടുക്കുന്നത് വളരെ നന്നാവും. അപ്പോൾ ഡോപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ഉണ്ട്, ബിസിനസ് എഫിഷ്യൻസി കോഷ്യൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിന്നും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണേ. അതുകൂടെ എന്നെ കണ്ടതിന് ശേഷം എടുക്കാൻ പോകരുത്. ഈ പർപ്പസിനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ അവിടെ എടുക്കാം. അപ്പോൾ അവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, എടുത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് കൂടി ആയിട്ട് വരിക നിങ്ങളുടെ ബിസിനസ് ഫിഗേഴ്സും മറ്റുമൊക്കെ വരുവാണെങ്കിൽ, അപ്പോൾ നമുക്കൊരു ബിസിനസ് അനാലിസിസ് അവിടെ ചെയ്യാൻ പറ്റും, ഫൈനാൻഷ്യൽ അനാലിസിസ് ചെയ്യാൻ പറ്റും. ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്താണോ, നമുക്ക് വരാൻ പോകുന്ന ക്രൈസിസ്, ഇപ്പോൾ നിലനിൽക്കുന്ന ക്രൈസിസ് ഉണ്ടെങ്കിൽ, ഡിസിഷൻ മേക്കിങ്ങിനകത്ത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് അനാലിസിസ് ചെയ്യണം, നിങ്ങൾ മാർക്കറ്റിംഗ് പോരാ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് റിസ്ക് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനുള്ള ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അതല്ലെങ്കിൽ നമുക്ക് ടാലൻസ് കിട്ടുന്നില്ല, ഇല്ല ടാലൻസിനെ എടുക്കണം, ഇല്ല ടാലൻറ്റ് മാനേജ്മെൻറ്റ്, ഹയറിംഗ് പോളിസീസിൽ, അതും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. പലപ്പോഴും വരുന്ന ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള അഡിക്കേറ്റ് റെക്കോർഡ്സ് കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെല്ലാം റെക്കോർഡ്സ് സൂക്ഷിക്കണം. അപ്പം ഞാനെല്ലാം അവിടെ ഇരുന്ന് ചെയ്തു തരുമല്ലോ, അതെല്ലാം ഞാൻ പറഞ്ഞു തരുവാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനകത്ത് ഇനി എന്താ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, കോൺഫ്ലിക്റ്റ് ആയിപ്പോയി. ഇനി അതുപോലെ തന്നെ കസ്റ്റമർ റിട്ടൻഷൻ നമുക്ക് പറ്റുന്നില്ല, അതിനെന്താ ചെയ്യേണ്ടത്. ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇപ്പോൾ AI ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്. ബിസിനസ് മോഡൽ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേണം. റവന്യൂ മോഡൽ, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേണം. ലീഗൽ കംപ്ലയൻസസ്, അപ്പോൾ ഞാനൊരു അഡ്വക്കേറ്റും കൂടെ ആയതുകൊണ്ട് ലോയുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ബിസിനസ് ലോയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതും ഈ ഡോക്യുമെൻ്റ് എല്ലാം അതെനിക്ക് അറിയത്തില്ല, നോക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ചുരുങ്ങി കിട്ടുന്ന സമയം കൊണ്ടല്ലേ. പിന്നെ കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യണം, അതിൻ്റെ ആവശ്യങ്ങൾ. ഇനി ഇമ്പ്രൂവ്ഡ് ഫോക്കസ് ആണ്, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും ബിസിനസ്സുമായിട്ട് കൂടിക്കലർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ്, ഇല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തത്തിൻ്റെ ഇഷ്യൂസാണ്, സ്കെയിലിംഗ് അപ്പിൻ്റെ ഇഷ്യൂസ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് വരുന്നത്. ചില ആൾക്കാർക്ക് ബ്രാൻഡിങ് ആൻഡ് റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രസൻസ്, അപ്പം ഇൻ്റർനെറ്റിൽ പ്രസൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ചേഞ്ച് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ അതായിരിക്കും ചോദിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു നെഗോസിയേഷൻ ആൻഡ് സപ്പോർട്ട്, അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കിട്ടുന്നതെന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ അക്യൂട്ട് പ്രശ്നങ്ങളുണ്ട്, ചിലപ്പം എൻ്റെ തന്നെ
കൂടെ ഉള്ള ലോയേഴ്സിനെ ആയിരിക്കും ചിലപ്പോൾ കൂടെ ഒരു വലിയ നെഗോസിയേഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും, കമ്പനി സെക്രട്ടറി ആയിരിക്കും. അതല്ല നിങ്ങൾ ടേക്ക് ഓവർ ഒക്കെ ഉണ്ടെങ്കിൽ ഡ്യൂ ഡിലിജൻസ് പ്രശ്നങ്ങൾ കാണും. പിന്നെ സ്ട്രെസ് റിഡക്ഷൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂമിങ് പോലെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിൽ നടക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് എടുക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് എന്താ ഇത് കിട്ടുന്നതെന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു ഒരു ടൈലേർഡ് ട്രെയിനിങ് പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്യുക. ഏതൊക്കെ നിങ്ങൾ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം. പ്രധാനമായിട്ട് ബിസിനസ്സിൻ്റെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലേ നമുക്ക് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ബിസിനസ് ഒരു നല്ല നിലയിലായി നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നമുക്കൊരു എക്സിറ്റ് സ്ട്രാറ്റജീസ് ഫോം ചെയ്യണം. പിന്നെ നമുക്കൊരു നിങ്ങളുടെ വിഷനുമായിട്ട് ബിസിനസ്സിനെ എങ്ങനെ അലൈൻ ചെയ്യണം, നിങ്ങളുടെ സോൾ പർപ്പസുമായിട്ട് എങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ഇമ്പ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും. പിന്നെ നമുക്ക് ബിസിനസ്സിനെ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സക്സസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം. അതല്ലേ നമുക്ക് റവന്യൂ നന്നായിട്ട് കൂടണം, കിട്ടുന്നതുകൊണ്ട് നമുക്ക് പോകുന്നില്ല. പിന്നെ കസ്റ്റമൈസ് ചെയ്ത സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർസോ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട്. പിന്നെ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുവാകാം നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം ഇതിനകത്ത് ഏത് കാര്യമാണെന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊണ്ട് തീരത്തില്ല. ഇതിൽ പറയാത്ത കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം. എന്നാലും നിങ്ങൾക്ക് എന്നിൽ നിന്ന് അറിയേണ്ട കാര്യം കൃത്യമായിട്ട് എഴുതി പ്രോബബിളി നിങ്ങൾ നേരത്തെ തന്നെ ഞാനുമായിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ തരുവാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സൊക്കെ എനിക്ക് എടുത്തിടാനുണ്ടെങ്കിൽ അതുകൂടെ വെച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും വളരെ എളുപ്പമായിരിക്കും. നമ്മൾ വെറുതെ ക്യാഷ്വലി സംസാരിച്ച് സമയം കളയുന്നതിന് പകരം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ നിങ്ങൾക്കൊരു ഒന്നാമത്തെ കാര്യം എനിക്ക് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സമയം തികയത്തില്ല. അപ്പോൾ നേരിൽ കാണുക എന്ന് പറഞ്ഞാൽ എൻ്റെ വിസിറ്റ് സമയത്തായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് സൂമിലായിരിക്കും ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ചിലപ്പോൾ ഒരു കാര്യമാണ്, നിങ്ങൾ ഭയങ്കര അത്യാവശ്യക്കാരനാണെങ്കിൽ എനിക്ക് ഏത് സമയവും കിട്ടിയാൽ മതി, ഏത് മോഡലും കിട്ടിയാൽ മതി എന്ന് ലൈഫ് ലൈനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ലേറ്റായിട്ടായിരിക്കും, രാത്രിയാണെങ്കിൽ എനിക്ക് സൂമിൽ വേണേൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ മാത്രം വരിക. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കേണ്ട 1-2 പേരെ, പക്ഷെ എന്നാലും കഴിവതും ഇൻഡിവിജ്വലായിട്ട് എടുത്തതിന് ശേഷം ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക്, അതല്ലെങ്കിൽ വേറൊരു ഒക്കേഷനിൽ എടുക്കുന്നതായിരിക്കും. അപ്പം അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പം ഏത് മോഡ് കിട്ടിയാലും മതി, എമർജൻസി ആണ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് രാത്രി ലേറ്റ് നൈറ്റിലാണെങ്കിലും ശരി, ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോഴാണെങ്കിലും ശരി, ഏർലി മോർണിംഗ് ആണെങ്കിലും ശരി, ഇല്ലെങ്കിൽ എബ്രോഡ് വെച്ചിട്ടായിരിക്കും സൂമിൽ കൂടെ ആണെങ്കിലും ശരി. അപ്പം ഏത് മോഡ് കിട്ടിയാലും മതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്പെസിഫൈഡ് മോഡ് ഉണ്ടെങ്കിൽ ദുബൈയിൽ വെച്ച്, ഇല്ല അബുദാബിയിൽ വെച്ച്, ഇല്ല ബഹ്റൈനിൽ വെച്ച്, ഇങ്ങനെ അല്ലെങ്കിൽ US വെച്ച് രാജ്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നതുമായിട്ട് കൂട്ടി വെച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാരത് ക്ലബ് ചെയ്ത് തരികയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് എനിക്ക് ലൈഫ് ലൈനിലെ ഏത് ഫോണിൽ വിളിച്ചാലും അവർക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യമാണെങ്കിൽ എന്നെ എപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുകയല്ല, സെഷനിലല്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വിളിക്കണമെന്നുള്ള ആവശ്യം തന്നെ വരുന്നില്ല. അവർക്ക് എപ്പോഴും കോൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ലെറ്റ്സ് മേക്ക് എ ട്രൈ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എല്ലാ പുരോഗതിയും വലിയ വിജയവും ഉണ്ടാക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.